നമസ്കാരം കൂട്ടുകാരെ. അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ സേനാ രൂപീകരണ ചടങ്ങിൽ വിവിധ മേഖലയിലുള്ള ഓഫീസർമാരും സർപ്പ ടീം അംഗങ്ങളും പഞ്ചായത്തിലെ മെമ്പർമാരും പങ്കെടുത്തിരുന്നു. നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ പാമ്പുകളെ അകറ്റാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് സർപ്പ ടീം അംഗം വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ ചേരേനെ പോലത്തെ വിഷമില്ലാത്ത പാമ്പിനെ മാത്രം വെച്ചിട്ട് വിഷമില്ലാതെ കൊല്ലാറോ അല്ലേ? പക്ഷെ ഈ വിഷമില്ല പാമ്പിനെ കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, നമുക്കൊരു വിഷമുള്ള പാമ്പ് കടിച്ചാൽ ആ കടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മരുന്ന് എവിടുന്ന കിട്ടുന്ന അറിവാ. അതായത് പാമ്പിന്റെ വിഷം ചെറിയൊരളവിൽ കുതിരയിലേക്ക് കുത്തിവെച്ച് അതിൽ നിന്ന് രക്തം ശേഖരിച്ചിട്ട് അവിടുന്ന് പ്ലാസ്മ വേർതിരിച്ചിട്ടാണ് പിന്നീട് വീണ്ടും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ബ്ലഡ് കുതിരയിലേക്ക് തന്നെ കയറ്റും. എന്നിട്ടാണ് നമുക്ക് ഉണ്ടാകുന്ന ഇന്ന് കാണുന്ന നമ്മുടെ വിപണിയിൽ എത്തുന്ന നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ആന്റിബയോട്ടിക് ഉണ്ടാക്കുന്നത്. അത് കണ്ടിട്ട് കുഞ്ഞുങ്ങൾ അതിനെ പോയിട്ട് പിടിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപത്താകുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പകൽ സമയങ്ങളിൽ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം. അല്ലാത്ത രാത്രി കാലങ്ങളിൽ മഴയുടെ സമയത്താകുമ്പോൾ ഇവർ പുറത്തിറങ്ങും. കണ്ടു കഴിഞ്ഞാൽ ഇതിനെ വേറെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്തൊരു പാമ്പാണ് ഈ ഒരു പെരുമ്പാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് പാമ്പിന് ചെവിയില്ലേ, ചെവി കേൾക്കുക, കേൾക്കൂല പാമ്പിന് ഇല്ലേ? കേൾക്കൂല. നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോ ഞാൻ ബസ്സെടുത്ത വീട്ടിൽ അതിലോട്ട് നോക്കുമ്പോണ്ട് ബസ്സെട്ട് പറയുന്നത് എല്ലാവരും പറഞ്ഞാൽ ഈ നോക്ക് പാമ്പിന്റെ ചെവിട. നമ്മൾ അങ്ങനെ പറയുന്ന ഒരു ഇതുണ്ട്, അതായത് പാമ്പിന്റെ ചെവിട എന്ന് പറയുന്നത് അല്ലേ? എല്ലാവരും പറയല്ലോ പാമ്പിന്റെ ചെവിയാന്ന് പറഞ്ഞത്. പാമ്പിന് ചെവി ഉണ്ടോ? പാമ്പിന് ചെവി എന്ന് പറഞ്ഞാൽ ബാഹ്യ കാരണമില്ല, അതായത് ആന്തരിക കാരണമാണ്. അതായത് പാമ്പിന്റെ തലഭാഗം പ്രതലത്തോട് ചേർത്ത് വെച്ചാൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴുള്ള സ്പന്ദനങ്ങളാണ് പാമ്പിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാമ്പിന് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ പ്രതലത്തോട് ചേർത്ത് വെച്ചാലുള്ള നമ്മളെ ഈ സ്പന്ദനങ്ങൾ പാമ്പിന് മനസ്സിലാക്കിയിട്ടാണ് പാമ്പ് എരേനെയും അല്ലെങ്കിൽ നമ്മൾ ശത്രുക്കൾ വരുന്നുണ്ട് എന്നുള്ള മനസ്സിൽ. അതിലടക്കം ഒരു കാര്യം ചോദിക്കുമ്പോൾ പോയി, നമ്മൾ നേരത്തെ പറഞ്ഞ പാമ്പുകളിലെ ഈ മൂർക്കയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മളെ പക വെക്കുന്ന പാമ്പ് ഏതാ? ഏറ്റവും കൂടുതൽ പക വെക്കുന്ന പാമ്പ് ഏതാ? മൂർക്ക. പക വെച്ചിട്ട് നമ്മൾ കടിക്കാൻ വരുന്ന പാമ്പ് നമ്മളിപ്പോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അങ്ങാടുള്ള പാമ്പ് ആ കറുപ്പ് ഷർട്ടിട്ട് എടുത്തിട്ട് ആടെ നിന്നിട്ട് കുറെ ആളൊന്ന് പോയിട്ട് കടിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്ന പാമ്പ് ഏതാ? പക വെക്കുന്ന പാമ്പ് ഇപ്പൊ പറഞ്ഞത് മൂർക്ക. നമുക്ക് പക എന്ന് പറഞ്ഞാൽ ആരും കണ്ടെന്ന് അറിയാം, അനക്കും നിങ്ങൾക്കും നമുക്കുള്ളത്. ഞാനിപ്പോ പറഞ്ഞാൽ നമ്മള് സുൽസാറിനെ കൊണ്ട് ഞാൻ പറഞ്ഞു, സാറ് അത് അങ്ങനെ സുൽസാർ അവിടെ പോയി അന്നെക്കൊണ്ട് കുറ്റം പറഞ്ഞിട്ട് ഓനൊരു പണി കൊടുക്കണം. അതാണ് നമ്മൾ മനുഷ്യന്മാർക്കാണ് ഏറ്റവും പകയുള്ളത്. നമ്മളെ പാമ്പുകൾക്ക് പക എന്ന് പറഞ്ഞ സാധനമില്ല, പാമ്പുകൾക്ക് പകയില്ല. അതേപോലെ തന്നെ പാമ്പുകൾക്ക് ചെവി കേൾക്കുന്ന സംഭവമില്ല. നമുക്ക് എന്താ പറഞ്ഞാൽ പാമ്പുകൾ പിന്നെ തിരിച്ചറിയുന്നത് എന്താണ്? സ്മല്ലുണ്ട്. നമുക്ക് പാമ്പിനെ നമ്മളെ വീട്ടുപരിസരത്ത് ഒഴിവാക്കാൻ എന്താണ് ചെയ്യുന്നത്? വെളുത്തുള്ളിക്ക് കിലോന് 200 രൂപ വെളുത്തുള്ളി, പിന്നെ കായം, പിന്നെ മണ്ണെണ്ണ. ഈ ഒരു സാധനങ്ങൾ നമ്മളെ വീട്ടുപരിസരത്ത് അടിച്ചു കഴിഞ്ഞാൽ പാമ്പ് നമ്മളെ വീട്ടിലേക്ക് വരില്ല. എല്ലാവരും ദിവസവും ഇപ്പൊ മണ്ണെണ്ണ കിട്ടാറുണ്ടോ? നമ്മളെ ഈ പെട്രോൾ പമ്പ്, പെട്രോൾ അറിയില്ല, പെട്രോൾ മണ്ണെണ്ണക്കാട്ടും വീര്യം കൂടിയ സാധനമാണ്. പെട്രോൾ പമ്പിൽ നിന്ന് പാമ്പിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. റേഷൻ കടയിൽ നിന്നാണല്ലോ നമുക്ക് മണ്ണെണ്ണ കിട്ടുക. റേഷൻ കടയിൽ നിന്ന് പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എവിടെ നിന്നല്ലോ വാഹനത്തിന്റെ ഉള്ളിൽ ഡീസൽ ടാങ്കിന്റെയും പെട്രോൾ ടാങ്കിന്റെയും മുകളിൽ നിന്ന് പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ പാമ്പുകൾക്ക് നമ്മൾ പണ്ട് കാലത്തെ പറയുന്ന സംഭവമാണ്, നമ്മൾ മണ്ണെണ്ണ കുടഞ്ഞാൽ പാമ്പ് വരൂല. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മണ്ണെണ്ണ എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിൽ പ്രശ്നമില്ല, പക്ഷെ പാമ്പുകൾക്ക് അതിന്റെ ശരീരത്തിലായി കഴിഞ്ഞാൽ പൊള്ളിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറിയോ? നമ്മൾ ആസിഡ് നമ്മൾ അറിഞ്ഞിട്ടില്ല, നമുക്കത് അറിയില്ല. പക്ഷേ നമ്മൾ ടി വിയിലടക്കം കണ്ടിട്ടുള്ള അറിവേ ഉള്ളൂ. ആസിഡ് ആയി കഴിഞ്ഞാൽ പൊള്ളിട്ട് ദ്രവിച്ചു പോകുന്ന രീതി ഉണ്ടാവും. അത്തരം രീതിയാണ് നമുക്ക് പാമ്പിന്റെ ശരീരത്തിൽ മണ്ണെണ്ണയാക്കിയത്. നമ്മളൊന്ന് തുടയുമ്പോൾ ഒരു തുള്ളിയെങ്കിലും എവിടെ പോകും? പാമ്പിന്റെ ശരീരത്തിൽ തട്ടും. പാമ്പ് ഓടുന്നത് അതുകൊണ്ടാണ്. നമുക്ക് പാമ്പിന് സ്മെല്ലെടുക്കാനുള്ള കഴിവില്ല. മൂക്കുണ്ട്. നമ്മൾ ഈ പട്ട് പറഞ്ഞ മൂക്കുണ്ടോ ചോദിച്ചാൽ നിന്നെ പോട്ട മൂക്കല്ല പറഞ്ഞ മൂക്കുണ്ട്. പക്ഷെ അവര് മൂക്കിലുള്ള നമ്മൾ ചെയ്യുന്ന പോലെ ശ്വസിക്കാനും മണം എടുക്കാനുമുള്ള കഴിവില്ല. അവര് സ്മെല്ലെടുക്കുന്നത് 2000 പിള്ളേരുടെ നാവുണ്ടല്ലോ, അത് പുറത്തേക്ക് അവിടെ നിന്ന് അന്തരീക്ഷത്തിലെ കണികളെ
നാവ് ഉപ്പിന് മുകൾ ഭാഗത്തേക്ക് മുറിച്ച് നാവ് ഇങ്ങനെ ആക്കുന്നുണ്ടല്ലേ. ചില ആൾ പറയും നാവ് നീട്ടാത്ത പാമ്പ് വിഷമില്ല. അങ്ങനെയൊന്നുമില്ല, എല്ലാ പാമ്പും നാവ് പുറത്തേക്ക്. അപ്പൊ ഇത് മുകളിലേക്ക് അത് ബ്രെയിനിലേക്ക് എത്തിയിട്ട് സെൻസർ എടുത്തിട്ടാണ് ഇവർ അവരുടെ ആഹാരങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മണ്ണെണ്ണേനെ കൊണ്ട് മൂക്ക് ശ്വസിച്ചിട്ട് പിന്നെ സ്മെല്ലറിയാൻ പറ്റാത്ത പാമ്പിന്റെ എന്തെന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ സ്പ്രേ ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. ഈ വെളുത്തുള്ളി ഈ മണ്ണെണ്ണ പക്ഷേ നമ്മളെ പാമ്പിന്റെ ശരീരത്തിൽ എങ്ങനെ പൊള്ളും. പക്ഷെ വെളുത്തുള്ളി കായം കൊള്ളൂല കേട്ടോ, വെളുത്തുള്ളി കായം കൊള്ളൂല. പക്ഷെ വെളുത്തുള്ളിക്ക് കിലോന് ഇപ്പോ എത്ര 200 ഉള്ളത്. ഉച്ചക്ക് സാമ്പാറിലിടുകയും അല്ലെങ്കിൽ രസം കാച്ചാലും നമുക്ക് ഈ കായം വെളുത്തുള്ളി ഉപയോഗിച്ചാൽ വെറുതെ കൊണ്ടുപോയിട്ട് നിങ്ങൾ നശിപ്പിക്കണ്ട. നിങ്ങൾ പാമ്പ് വരാതിരിക്കാൻ ചെയ്യേണ്ട ഒറ്റ മാർഗം എന്നാ, നമ്മളെ പരിസരം ശുചീകരിക്കുക. പണ്ട് കാലത്ത് നമ്മൾ വീട്ടില് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഹാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാഷ് ബേസിന്റെ എടുക്കാം. എന്താ ചെയ്യാം, ഒരു ബേസിൻ ഉണ്ടാവും. അപ്പം പ്ലേറ്റെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അന്നങ്ങൾ ഈ ബേസിനിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ പടക്കേപ്പെന്ന് പറയില്ലേ, കൊണ്ടുപോയിട്ട് നീട്ടി ഒരു മറിക്കൽ മറിക്കും. ഇപ്പോൾ അത് ചെയ്യുന്നുണ്ടാകും, ഇപ്പോൾ ചെയ്യുന്നേരം. അപ്പം നമ്മൾ പണ്ട് കാലത്തുള്ള നമ്മളെ മുതിർന്ന തലമുറയിലുള്ള ആൾക്കാർ നമ്മളോട് പറയും, വടക്കു ഭാഗത്ത് നമ്മൾ ഈ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, ഭക്ഷണ മാലിന്യം രാത്രി കാലത്ത് സന്ധ്യാസമയത്ത് പുറത്ത് ഇടാൻ പാടില്ല. അതിലൂടെ വരവുണ്ട് എന്ന് പറയും. ആ വരവുണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ശാസ്ത്രീയപരമായിട്ട് നമ്മൾ അത് ചെയ്യിക്കാതിരിക്കാനാണ്. അപ്പൊ അതിന്റെ വരവാരാ അറിയുക, നമ്മൾ പകൽ സമയത്ത് ഫുഡ് നമ്മൾ വേസ്റ്റ് കളഞ്ഞാൽ, ഒരിക്കലും ഇനി അങ്ങോട്ട് കളയണ്ട, നമുക്ക് ഫുഡ് വേസ്റ്റ് പുറത്ത് കളയാണ്ടിരിക്കാൻ വേണ്ടത്. പക്ഷെ കളഞ്ഞു കഴിഞ്ഞാൽ പട്ടി വരും, പൂച്ച വരും, കാക്ക വരും. സൂര്യപ്രകാശത്തിന്റെ ചൂടിൽ ഇത് ആഹാരങ്ങൾ ഡ്രൈ ആയിരിക്കും. പക്ഷെ നമ്മൾ രാത്രി കാലത്ത് കളഞ്ഞാൽ പട്ടിയില്ല, പൂച്ചയില്ല, കാക്കയില്ല, സൂര്യപ്രകാശമില്ല, ഒറ്റ ഒരാളെ വരും. പണ്ടുള്ള ആൾക്കാർ പറയുന്ന വരവ്. ആ എലി വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറകെ ആര് വരും, എലിനെ പിടിക്കാൻ പാമ്പ് വരും. നമ്മൾ വീട്ടു പരിസരത്തേക്ക് പാമ്പ് വരുന്നത് എത്ര കാര്യമുള്ളൂ, അവരുടെ ആഹാരം തേടി മാത്രമാണ്. അപ്പൊ നമ്മൾ പാമ്പ് വീട്ടിലേക്ക് വരാതിരിക്കാൻ ചെയ്യേണ്ടത് പരിസരം നമ്മൾ ശുചീകരിക്കുക. പരിസരം നമ്മൾ നന്നായിട്ട് ശുചീകരിക്കുക. അതേപോലെ തന്നെ നമുക്ക് പാമ്പ് കടി ഏൽക്കാൻ, നേരത്തെ കുറെ പാമ്പിന് പറഞ്ഞില്ലേ കടിയേറ്റിട്ട് മരണപ്പെടുന്നത്, പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? രാത്രി കാലത്ത് വെട്ടം കൊണ്ടുപോകാം. പണ്ടുള്ള ആൾക്കാർ ചെയ്തൊരു രീതിയുണ്ട്. അവർ ഈ ചൂട്ട കത്തിച്ചിട്ട് നടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ. ചൂട്ട് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെ, ഓലക്കണ്ണീനെ കൊണ്ട് ചൂട്ട് എന്ന് പറയുന്നത്. അവരെന്തിനാണ് സഞ്ചരിക്കുന്നത് അറിയുക, നമ്മളെ മുന്നിലൂടെ ഇഴജന്തുക്കൾ ഉണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കേണ്ടിയിട്ടാണ് അവര് രാത്രി കാലത്ത് ഈ ചൂട്ട് ഉപയോഗിച്ച് നടക്കുന്നത്. അപ്പൊ അതിനുശേഷം നമുക്കെന്തായി, മെഴുകുതിരി വന്നു. മെഴുകുതിരി കടലാസ് ചുറ്റിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചിരട്ടയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് എന്താ പറഞ്ഞാൽ വലിയ കട്ടയുള്ള ബാറ്ററി, വലിയ നീളമുള്ള ടോർച്ച്. ആ ടോർച്ച് കാരണം ഭയങ്കര വരും. പിന്നെ നമുക്ക് അതെല്ലാം മാറി പിന്നെ ഗൾഫിൽ നിന്ന് ടോർച്ച് വന്ന് 3 കട്ടയുള്ള 4 കഷ്ണാക്കുന്ന 5 കഷ്ണാക്കുന്ന ടോർച്ച് വന്നു. ഇപ്പൊ എല്ലാവരെയും കൈ വരും. നമുക്കിപ്പോ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കൊന്നും കാണണ്ട. ഒരു മീറ്റിങ്ങിലോ എന്തിനായി കഴിഞ്ഞാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കി നോക്കിയിട്ട് അതിന്റെ വെളിച്ചം കാണേണ്ട ഒരു സാധനം നമ്മുടെ കയ്യിൽ. എന്തായിക്കോട്ടെ, നമുക്കൊന്ന് വെറുതെ ഒന്ന് ഓണാക്കി നോക്കണം മൊബൈൽ. ആ മൊബൈൽ ഫോണിൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയാലും നമുക്ക് ഇതിനെ മാറ്റിയിരുത്താൻ പറ്റില്ല. ഈ ഒരു സാധനത്തിൻ്റെ ഒരു നല്ലൊരു ലൈറ്റ് ഉണ്ട്. പക്ഷെ രാത്രി സഞ്ചരിക്കുന്നു ആരെങ്കിലും ആ ലൈറ്റ് ഉപയോഗിക്കണ്ട. എന്താ ചെയ്യുക, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. ഇപ്പൊ നമ്മളെ സ്ത്രീകളാണെങ്കിൽ എന്താ പറയുക, കുടുംബ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ കുടുംബശ്രീ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള ഗ്രൂപ്പിലോ എന്തെങ്കിലും പറഞ്ഞു ഓൾ അന്നപ്പോട്ട് എന്നോളി പറഞ്ഞ് അങ്ങനത്തെ നേരം ഉണ്ടാകുക. ഏത് വാട്സപ്പ് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇത് നോക്കിയാൽ പോകും. ഒന്നുമില്ലെങ്കിൽ മൊബൈലിൽ ടോർച്ച് അടിച്ചിട്ട് എന്ത് ചെയ്യും, ചെവിയിൽ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ട് കാണും. അപ്പൊ നമ്മൾ രാത്രി പാമ്പ് കടി നമുക്ക് കേൾക്കാതിരിക്കാൻ നമ്മൾ ഒറ്റ കാര്യം ചെയ്യുന്നു, രാത്രി വെളിച്ചമില്ലാത്ത ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ വെളിച്ച് നമ്മുടെ കയ്യിൽ അതൊന്ന് വെളിച്ചം അടിച്ചിട്ട് പോവാം. മുമ്പിൽ ഒരു എഴുതന്തും ഉണ്ടെങ്കിൽ നമ്മൾ ചവിട്ടിയാൽ അവർ കടിക്കും. ചവിട്ടി പോയാൽ അവർക്ക് തിരിച്ചടിക്കാന്ന് പറഞ്ഞാൽ അന്നേക്ക് ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ കൈയും കാലും, അവർക്ക് കൈയും കാലില്ല, ഒക്കെ ആ വായിയാണ് അവർ കഴിക്കും. വിഷമുള്ള പാമ്പാണെങ്കിൽ നമുക്ക് വേണം ശരീരത്തിൽ ഏൽക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ രാത്രി കാലത്ത് നിർബന്ധമായിട്ടും വെളിച്ചം നമ്മൾ കൊണ്ടുപോകാം. പാമ്പ് നമ്മളെ കടിക്കൂല. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാറിയിരിക്കാം. ഒന്നുകിൽ റെസ്ക്യൂർ വിളിക്കണേ റെസ്ക്യൂർ വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് മാറി സഞ്ചരിക്കാം. അപ്പൊ ഒന്നത്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് കൂട്ടിയിട്ട വസ്തുക്കൾ, അതായത് വിറക്. ഇപ്പൊ പറഞ്ഞാൽ ഗ്യാസിന്റെ പൈസ കൂടുതലെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാ വീട്ടിലും വിറകിനോടാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പൊ ആ ഇഷ്ടം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടാക്കി വെച്ച വിറക്
എന്ത് ചെയ്യും, പുറമേ നിന്ന് എടുത്തിട്ട് നമ്മളെ വീട്ടിലെ കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ടുണ്ടാവുക. ആ വിറക് ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് നേരെ എവിടത്തേക്ക് കൊണ്ടുപോകും, അടുക്കളയിൽ കൊണ്ടുപോകും. ആ കൊണ്ടുപോകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ വെള്ളിക്കെട്ട് എന്ന് പറഞ്ഞ പാമ്പില്ലേ, വളരെ ചെറിയ പല്ലുകൾ കടിച്ചു കഴിഞ്ഞാൽ അറിയാത്ത ആ പാമ്പ് അതിനുള്ളിലുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിൽ കടിച്ചാൽ നമ്മൾ വേറെ ആരെങ്കിലും കടിച്ചാൽ ചിലപ്പോൾ ഉച്ച സമയത്തായിരിക്കും നമുക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ മയങ്ങും. മയക്കത്തിലായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികം എന്തായി മാറും, മരണത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾ കൂട്ടിയിട്ട വസ്തുക്കൾ എടുക്കുമ്പോൾ ഒരു വടിയിലെ കൊണ്ട് തട്ടി മാറ്റിയിട്ട് മാത്രം എടുത്ത് ചെയ്യുക, കൂട്ടിയിട്ട വസ്തുക്കൾ എടുക്കുക. ഒരു വടിയെ പണ്ടുള്ള ആൾ ചെയ്ത കാര്യമാണ്, കൂട്ടിയിട്ട വസ്തുക്കൾ എടുക്കുമ്പോൾ ഒരു വടിയെ കൊണ്ട് തട്ടി മാറ്റിയിട്ട് എടുക്കും. അതേപോലെ തന്നെ നമ്മൾ പുറമേ നിന്ന് എന്ത് സാധനം, നമ്മളിപ്പോൾ ഒരു ചാക്കിൽ തേങ്ങ നിറച്ചു വെച്ച് ആ സമയത്തായിരിക്കും തൊട്ട അയൽവക്കത്തിന് എടീ ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാങ്ങാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ടാകാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ തേങ്ങ നിറച്ചു വെച്ച തേങ്ങ ചാക്കാൽ കെട്ടി ഭദ്രാക്കി വീട്ടിന്റെ അകത്ത് എത്തിച്ചിട്ടല്ലാണ്ട് പോകാൻ പാടില്ല. അഥവാ നമ്മൾ അപ്പുറം അവിടെ പോയിട്ട് സംസാരിച്ച് തിരിച്ചു വരുന്നതാണെങ്കിൽ ആ തേങ്ങ വീണ്ടും നിറച്ചു വേണം കൊണ്ടുപോയി. പാമ്പുകൾ നിമിഷ സമയം മതി ഇത്തരം ചാക്കുകളിലേക്ക് കൊണ്ടുപോകാം. നമ്മൾ ചാക്കെടുത്തിട്ട് എന്ത് ചെയ്യും, നേരെ അവിടത്തേക്ക് അകത്ത് കൊണ്ടുപോയി വീട്ടിൻ്റെ അകത്തേക്ക് പാമ്പ്. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളോടുള്ള ഒരു ചോദ്യം, നമ്മൾ ഈ ഡ്രസ്സ് അയലങ്ങളിട്ടിട്ട് ഉണങ്ങാനിടുന്നില്ല, അത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇതെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നത്? ഒന്ന് പറഞ്ഞോ. സത്യം ഒന്ന് പറയണേ. എടുത്തിട്ട് നേരെ കൈവിലിടും. ഇവിടുത്തെ സത്യം വരുന്നത് നിങ്ങൾ കൊടയുന്ന കാര്യം പറയണ്ട, അത് അവിടുന്ന് പറയുന്നത്. നേരെ കയ്യിലിടും. കയ്യിലിട്ടതിന് ശേഷം എവിടെയാ കൊണ്ടുപോയിടുന്നത്? ഒറ്റ കണ്ടാ ബാക്കിയുള്ള പുരുഷന്മാർ ചെയ്ത രീതിയാണ്. നേരെ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കേലാ കൊണ്ടുപോയിടുക. നമ്മൾ പാമ്പ് കയറണ്ട, ഈ പഴുതാറില്ലേ കരിങ്ങാടി എന്ന് പറഞ്ഞാൽ അയ്യൊരു സാധനം കാര്യാല് കിടക്കയിലെത്തിയാൽ അവസ്ഥ എന്തായിരുന്നു? ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞി പാമ്പുകൾ ഉണ്ടാകുന്ന സമയമാണ്. അതായത് അണലി പ്രസവിച്ച് മൂർക്കന്റെ മുട്ട വിരിഞ്ഞ് വെള്ളിക്കടന്റെ മുട്ട വിരിഞ്ഞ് ഈ വിഷമുള്ള പാമ്പുകൾ അവർക്ക് നേരെ ഈ കുഞ്ഞി പാമ്പുകൾ ഉണ്ടായാൽ അവർക്ക് എവിടെയാണ് സഞ്ചരിക്കേണ്ടത് ഒന്നും മനസ്സിലാവില്ല. അവരെന്ത് ചെയ്യുന്നറിയുക, ചില സമയം ആയാലും അവര് ആഹാരം തേടി സഞ്ചരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ താവളം തേടി സഞ്ചരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ അയൽമലൂടെ തന്നെ എത്രയോ പാമ്പിനെ റെസ്ക്യൂ നടന്നു കുട്ടികളാണ്. അപ്പൊ അയൽമലൂടെ സഞ്ചരിച്ച് നമ്മുടെ ഷർട്ടിന്റെ പോക്കറ്റിലോ ചൂണ്ടാറിന്റെ മടക്കിലോ എത്തിയാൽ ഈ കൊണ്ടുപോയി ഇടുന്നത് കിടക്കലാണ്. കഴിഞ്ഞ ദിവസം ചക്കരക്കല്ല് ഭാഗത്തുനിന്ന് ഒരു മൂർഖന വീഡിയോ കണ്ടിട്ടോന്ന് അറിയില്ല, എല്ലാവരും ടിവിയിലെല്ലാം പറഞ്ഞാണ്. മൂർഖന അളമാരെ കൂടുതലാണ് പിടിച്ചത്. നമ്മൾ ഒപ്പനുള്ള ഇതിലെ റെസ്ക്യൂ സന്ദീപാണ് പിടിച്ചത്. ഇത് നമ്മൾ വാരിക്കുട്ടിക്ക് കൊണ്ടേ ആത്തിടുന്നതാണ്. പാമ്പിനെ നമ്മളെന്തെന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് കൊണ്ടേയിട്ട് ചില സമയം കസേരയിൽ നിന്നിട്ട് വെള്ളം എടുത്ത് കൊണ്ടേയിടും. അത് അങ്ങനെ എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. പാമ്പുകൾക്ക് കയ്യിൽ നിമിഷ നേരം കല്ല് കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ സ്റ്റൂൾ. ഇവർ ഡ്രസ്സ് എടുത്ത് മുട്ടി കുടഞ്ഞ് മടക്കിയിട്ട് അകത്തോട്ട്. ഇപ്പൊ നമ്മൾ സീരിയൽ കാണുമ്പോൾ മടക്കാവുന്ന രീതിയാണ്. പണ്ടുള്ള ആൾ മുട്ടി കുടഞ്ഞ് മടക്കിയിട്ട് അകത്തോട്ട്. നമ്മൾ പുറമേ നിന്ന് എന്ത് സാധനം വീട്ടിന്റെ അകത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധയോടെ കൊണ്ടുപോയാൽ പാമ്പിന്ന് നമുക്കടി. ഈ 3 കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇനിയിപ്പം വരുന്ന മഴക്കാലാണ്. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കഴിഞ്ഞ മുമ്പ് ഉരുൾപൊട്ടൽ അന്നേരത്ത് കുറേ പാമ്പിന്റെ പ്രശ്നങ്ങൾ വന്ന് വെള്ളത്തിലൂടെ എത്തുന്ന പാമ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി കാലത്ത് നമ്മൾ ഈ പാമ്പ് കടി ഏൽക്കൂല ഒരാൾക്കും. നമുക്ക് ഇനിയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ 26 ആളായി കുരുങ്ങി വന്നിട്ടുണ്ട്. കേരളത്തിൽ പാമ്പ് കടിയേറ്റിട്ട് മരണം സംഭവിക്കുന്നത്. അതിന് വേണ്ടത് അഥവാ പാമ്പ് കടിയേറ്റാൽ നമ്മൾ എന്താണ് പ്രതിരോധമായി നമുക്ക് പ്രാഥമിക ശുശ്രൂഷ എന്താണ്? പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ടത് ഫസ്റ്റ് ഒരാൾക്ക് ഒരിക്കൽ പാമ്പ് കടിയേൽക്കാതിരിക്കട്ടെ. നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാമ്പ് കടിയേൽക്കും. പക്ഷെ പാമ്പ് കടിയേറ്റാൻ നമ്മൾ ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷ എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു കുഴഞ്ഞു വീണ ആളോ എന്തിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPR കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കുഴഞ്ഞു വീട്ടിലെ മരണമാണ് സംഭവിക്കുന്നത്. CPR കൊടുത്തു കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടും. അപ്പൊ നമ്മൾ പാമ്പ് കടിയേറ്റാൽ എന്താണ് പ്രാഥമിക ശുശ്രൂഷ? മുറിവ് കഴുകുക, പിന്നെ മുകളിൽ കെട്ടുക, പിന്നെ നേരെ കെട്ടുക, പിന്നെ മുറിവിന്റെ കട്ട് അവിടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവ് കടിയേറ്റ ഭാഗം തേടി വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ചെയ്തതിന് ശേഷം അപ്പൊ നമുക്കിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ ഈ കൈക്ക് കടിയേറ്റാൽ നേരെ മുകൾ ഭാഗത്ത് കെട്ടാം. അപ്പൊ നമുക്ക് നെഞ്ഞിന് കടിയേറ്റിട്ടെങ്കിലോ നേരെ കാലത്തിന് കെട്ടിട്ടാണ് തീർത്തേക്കാം. പിന്നെ നമ്മൾ നെഞ്ഞിന് കടിയേൽക്കാം, ഓടി കടിയേൽക്കാം. നെഞ്ഞിന് കടിയേറ്റ പിന്നെ നമുക്ക് കാലത്തിന് തീർന്ന സമയം. അപ്പൊ നമുക്ക് പ്രാഥമിക ശുശ്രൂഷ എന്ന് പറഞ്ഞ ഫസ്റ്റിലത്തെ കാര്യം എന്താണ്? തൊട്ടടുത്തുള്ള
ആന്റി വെനമുള്ള ഹോസ്പിറ്റലിലേക്ക് ഉടനടി ആളെ ഒരു കാരണവശാലും ഇതിപ്പോ ഒരു മൂർഖനാണ് കഴിച്ചത്, നമുക്കറിയാം മൂർഖനെ കഴിച്ചത്. കാരണം ആര് ചേരട കഴിച്ച് എനിക്കെന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? പകുതി പേടി പൂർണ്ണമായിട്ട് മാറി അയാളെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടും. ആളെ ഭയമില്ലാതെ എന്ത് ചെയ്യാം? തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലല്ല, ആന്റി വെനമുള്ള ഹോസ്പിറ്റലിലേക്ക് ആളെ എത്തിക്കുക. നമ്മളിത് കെട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ അറിയുക? നമുക്കിപ്പോ പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബർ വല്ല നൂലി ഇങ്ങനെ വിരലിന് ചുറ്റൂലേ, ചുറ്റിക്കഴിഞ്ഞാൽ ഈ വിരലിന്റെ അഗ്രഭാഗം എന്താവും? കടിച്ചു വരും അല്ലെ, കടിച്ചു വരില്ലേ? അപ്പൊ അതേപോലെ ഒരു പാമ്പ് കടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ കയറ്റി കെട്ടുമ്പോൾ ഇവിടെ എന്താവും? കടിച്ചു വരും. കടിച്ചു വന്ന ഈ അണലി പോലത്തെ പാമ്പാണ് കടിച്ചെങ്കിൽ അവിടെയുള്ള കോശങ്ങളെല്ലാം നശിച്ചു പോയിട്ട് ആ ഭാഗം ആള് ചില സമയം ആന്റിബയോട്ടിക് കൊടുത്താൽ രക്ഷപ്പെടും, ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റിത്തരും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഇവിടെ തടിച്ച് വന്നിട്ടുണ്ടാവും, ബ്ലഡ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല രീതിയിൽ പമ്പ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടാവും. ഒന്ന് തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പൈപ്പ് ഓസ് ഉണ്ടല്ലോ, ഓസിൽ വെള്ളം തുറന്ന് വെച്ചിട്ട് നമ്മൾ അഗ്രഭാഗം അടച്ചു പിടിച്ചാൽ എന്നിട്ട് പെട്ടെന്ന് വിരലിട്ടാൽ എങ്ങനെയുണ്ടാവും ഓസ് പോകുന്നത്? അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് കെട്ടഴിച്ച് മാറ്റും. അഴിച്ചു മാറ്റുമ്പോൾ ഈ ബ്ലഡിലുള്ള വേന അടക്കം നേരെ എവിടത്തേക്ക് ആയുസ്ലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ബാധിച്ചിട്ട് കൂടുതൽ അപകടത്തിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മൾ കെട്ടണ്ട. പിന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകൽ. സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പ് കടിക്കുന്നത് അവർ ഇഞ്ചക്ട് ചെയ്യാം. നേരെ സിരിഞ്ച് പോലത്തെ സൂചി, അത് വളരെ ചെറിയ സൂചിയെ പോലത്തെയുള്ള സാധനമാണ് അവർക്കുള്ളത്. അതിനുള്ളിലുള്ള ദ്വാരത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യാണ് എന്ത് ചെയ്യുന്നത്? പാമ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? ചില സമയം പാമ്പിന്റെ കടി നമുക്ക് നിമിഷങ്ങളാണ് വിലപ്പെട്ടതാണ്. പാമ്പ് കടിയേറ്റാൽ നിമിഷങ്ങൾ വരെ വിലപ്പെട്ടതാണ്. നമുക്ക് എന്ത് ചെയ്യുന്നത്? ചില സമയം പാമ്പിന്റെ കടി എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടിക്കുമ്പോൾ അത് മസിൽസിനായിരിക്കും കടിച്ചിട്ടുണ്ടാകും. മസിൽസിന് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡിലേക്ക് പാമ്പിന്റെ വെനം രക്തത്തിൽ കലർന്നാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? നമുക്ക് ശരീരത്തിൽ ബാധിക്കും, അപകടം ഉണ്ടാവും. മസിൽസ് ചെറിയ അളവിലേക്ക് ഇങ്ങോട്ട് കയറി വരേണ്ട ഒരു ചെറിയ സമയം ഉണ്ടല്ലോ, അത്ര സമയം പോലും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സോപ്പും ബക്കറ്റും വെള്ളം എടുത്തിട്ട് നല്ലോണം മസാജ് ചെയ്തോളൂ അല്ലേ? ഇതെന്ന് കഴുകി തേച്ച് കഴുകുന്നത് മസാജ് ചെയ്യുന്നതാണ്. കടിയേറ്റ ഭാഗം കുറച്ച് കഴിയുമ്പോൾ ശരിക്കും മസാജാണ്. മസാജ് ചെയ്യുന്നത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും, വെനം നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കും. നമുക്ക് പാമ്പ് കടിയേറ്റല്ലാണ്ട് സോപ്പ് ഇട്ടിട്ട് ഒരു 30 മിനിറ്റോളം കഴുകേണ്ട ഒരു സംഭവം ഉണ്ട്. എന്തിനറിയാ? പട്ടി അടിച്ച ഇവര് കഴിച്ചാൽ നമ്മൾ 30 മിനിറ്റ് നല്ല കാരമുള്ള സോപ്പ് ഇട്ടിട്ട് കഴുകണം. എന്തിനു വേണ്ടിയിട്ടാ? റാബിസിന്റെ വൈറസ് ഉണ്ടെങ്കിൽ 90% വൈറസും ഈ കഴുകിയതിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടും. പക്ഷെ പാമ്പ് കടിയിട്ടാൽ കഴുകി കഴിഞ്ഞാൽ എന്തായി മാറും? ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതേപോലെ തന്നെ മുറിവേൽപ്പിക്കും. അഥവാ ഒരു പാമ്പ് കടിച്ച് അതിന്റെ വിലം ഉള്ളിലല്ല പുറത്തും കൂടി ഉണ്ടെങ്കിൽ, നമ്മൾ പുറത്തും കൂടി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ തൊട്ടടുത്ത് മുറിവേൽപ്പിച്ചാൽ ആ പുറത്തുള്ള വിലവും കൂടി നമ്മുടെ ശരീരത്തിലേക്ക് ബ്ലഡിലേക്ക് ഇറങ്ങും. അതുകൂടാണ് നമ്മൾ മുറിക്കുന്നത്. നമ്മളെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ജലസമയം വെയിൽ ഞരമ്പുകൾക്കാണെങ്കിൽ ഒരേ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർപ്പ ആപ്പ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ, സർപ്പ ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ സർപ്പ ആപ്പിലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പാമ്പിനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഫോറസ്റ്റിൽ വിളിക്കണ്ട, ഫയർഫോഴ്സിൽ വിളിക്കണ്ട. ജലസമയം ഫയർഫോഴ്സിൽ വിളിക്കണ്ട, ഫോറസ്റ്റിൽ വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ പോലീസിൽ വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടെയുള്ള വാർഡ് മെമ്പറെ വിളിക്കുന്നുണ്ടാവും. അതൊന്നും വേണ്ട. തൊട്ടടുത്തുള്ള റെസ്ക്യൂസിന്റെ ലിസ്റ്റ് ഈ സർപ്പ ആപ്പിലുണ്ട്. തൊട്ടടുത്തുള്ള ആന്റിവനുള്ള ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് സർപ്പ ആപ്പിലുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കാനുള്ള ബന്ധപ്പെട്ട ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരുടെ ഡീറ്റെയിൽസ് സർപ്പ ആപ്പിലുണ്ട്. പാമ്പുകളെ മനസ്സിലാക്കിയുള്ള ഫോട്ടോസ് സർപ്പ ആപ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞില്ല, 130 പാമ്പെന്ന് നമുക്ക് ആകെയുള്ള നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഇത് പാമ്പുകൾ കുറച്ച് വളരെ വിഷമുള്ള പാമ്പുകൾ കുറച്ചാണുള്ളത്. അപ്പോൾ കുറേ പാമ്പുകൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് തേളിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കിട്ടുന്ന ഒരു ഇതാണ്. ഈ തേളിയ തെയ്യം പാമ്പ്, ദേവി പാമ്പ് എന്ന് പറയുന്ന ഒരു പാമ്പുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഫോട്ടോ അയച്ചു തന്നിട്ട് പറയും അണലിൻ്റെ കുട്ടികൾ. അപ്പോൾ നമുക്ക് ഈ സർപ്പ ആപ്പിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഫോട്ടോസ് കൃത്യമായിട്ടുണ്ട്. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്താവും? വളരെ പ്രയോജനമാവും. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ നമ്മളെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3 കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിൽ കൊണ്ടു. രാത്രി കാലത്ത് വെളിച്ചം ഉപയോഗിക്കുക,
പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് കേട്ടിട്ട് ഒരാഴ്ച വിളിച്ചു ഉപയോഗിക്കും, 4ാമത്തെ ആഴ്ച എന്ത് ചെയ്യുന്ന പറയും, അല്ലെങ്കിൽ 2ാമത്തെ ആഴ്ച എന്ത് ചെയ്യുന്ന പറയും. ബന്ധം ഒഴിവാക്കും. ഒരു കാരണവശാലും പാടില്ല. നമ്മളെ ജീവനാണ് നമുക്ക് വലുത്. നമുക്കൊന്ന് വെളിച്ചടിച്ചു പോവാം. അപ്പൊ അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ 3 കാര്യങ്ങൾ, ഇനി ഡ്രസ്സ് എടുത്തിട്ട് അകത്ത് കൊണ്ടുപോകുമ്പോൾ ഒന്ന് മുട്ടി കുടഞ്ഞിട്ട് മടക്കിയിട്ട് കൊണ്ടുപോവുക. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഉള്ള ആളല്ലാണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളോട്, അതായത് നിങ്ങളുടെ അയൽവക്കക്കാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുമായിട്ട് ആരെങ്കിലും ശത്രുത ഇല്ലാണ്ടിരിക്കട്ടെ, ശത്രുത ഉണ്ടെങ്കിൽ അവരോട് പോലും എന്ത് ചെയ്യണമെന്ന് പറയണോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾപ്പിക്കുക. അതായത് രാത്രി കാലത്ത് വിളിച്ചു, ഇതിപ്പോൾ ഒരാൾ അങ്ങനെ നടന്നു വരുമ്പോൾ ഞാനിപ്പോൾ ഒരാൾ എന്തെങ്കിലും ഉണ്ട് രാത്രിയെ വരുന്നത്, അപ്പോൾ അയാളുടെ കയ്യിൽ അവരോട് പറയും ഒന്ന് വെളിച്ചം ഉപയോഗിച്ചിട്ട് കൂടുമെന്ന് പറഞ്ഞാൽ ചില സമയം ആ പോകുന്ന വഴിയിൽ പാമ്പുണ്ടെങ്കിൽ ആ വെളിച്ചം അയാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാമ്പിൻ്റെ അടുത്ത് കടിയേൽക്കാണ്ട് അയാളെ രക്ഷിക്കുകയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ പാമ്പിനെ പറ്റിയിട്ട് വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തുകൊണ്ടാ ഈ അറിവുകൾ ഓരോ കുടുംബത്തിനും ഉപകാരപ്രദമാണ്. അതുകൊണ്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.